വിശ്വാസികളെ, ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. ഇതുവരെ 289 സബ്സ്ക്രൈബറായി. ആ 289 പേർക്കും എൻ്റെ നന്ദി അറിയിപ്പിക്കുകയാണ്. ഈ ചാനൽ കൊണ്ടുള്ള എൻ്റെ ഉദ്ദേശം ഞാൻ പലവട്ടം പറഞ്ഞു. ഒന്ന്, യഥാർത്ഥമായ സത്യങ്ങൾ നാം ഓരോരുത്തരും തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നമ്മുടെ നാട്ടിൽ ഈ അറിവില്ലായ്മ കൊണ്ട് വർഗീയത പെരുകി വരികയാണ്. ഒരാൾക്ക് അടിമയാണ്. അങ്ങനെയാണ് ഈ ജീവനുള്ള വസ്തുക്കളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം കുടുംബത്തിലാണ് അടിമയാകുന്നത്. പിന്നെ വളർന്നു വരുമ്പോൾ അവൻ സൗഹൃദങ്ങൾക്ക് അടിമയാകും. വിദ്യാലയങ്ങളിൽ അധ്യാപകൻ അടിമയാകും. അങ്ങനെ അവൻ വളരുന്നതിനനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്വാതന്ത്ര്യം മെല്ലെ മെല്ലെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവൻ്റെ അറിവ് മറ്റാരുടെയോ നിയന്ത്രണത്തിലാകുമ്പോഴാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ ആർക്കും ആരുടെയും അടിമയാകേണ്ട കാര്യമില്ല. ഇന്ന് ഇസ്ലാമിലുള്ള ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇസ്ലാമിൻ്റെ പൂർണ്ണമായ അറിവ് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ എല്ലാവർക്കും ഒരു മുസ്ലിമാണെന്നും നിസ്കരിക്കണമെന്നും നോമ്പ് പിടിക്കണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും അങ്ങനെയുള്ള അറിവുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആധികാരികമായിട്ട് അത് വെച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിസ്കാരം എന്തിനാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനുള്ള ഇബാദത്താണെന്ന് പറയും. ഒരു മനുഷ്യൻ നിൽക്കുകയും ഇരിക്കുകയും കുമ്പിടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് അള്ളാഹുവിന് എന്താണ് ലഭിക്കുന്നത്? അതാദ്യം തിരിച്ചറിയണം. ഞാൻ പലപ്പോഴും ഈ നിസ്കാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ആദ്യം നിൽക്കുക, പിന്നെ കുമ്പിട്ട് നിൽക്കുക, പിന്നെ സുജൂദിൽ കിടക്കുക, പിന്നെ അത്തഹിയാത്തിൽ ഇരിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം കൊണ്ട് കാണിക്കുന്ന ഒരു ഇബാദത്തിൻ്റെ രൂപമാണ് നിസ്കാരം എന്നുള്ള പേരിൽ പറയപ്പെടുന്നത്. അപ്പോൾ ആദ്യം നിൽക്കുക, പിന്നെ കുമ്പിടുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതി എങ്ങനെ ഉണ്ടായി? ഇങ്ങനെയാണ് ഒരു നിസ്കാരം, അല്ലെങ്കിൽ നിസ്കാരത്തിന് ഇങ്ങനെ ഒരു ഘടന ഉണ്ടാകാനുള്ള കാരണം? അതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഞാനെപ്പോഴും എൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് വീക്ഷിക്കാറുള്ളത്. അതിന് കാരണം ഇത്തരം സൂഫികളുമായിട്ടുള്ള ബന്ധം കൊണ്ട് തന്നെയാണ്. ഖുർആൻ പറയുന്നതും അത് തന്നെയാണ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വിഷയത്തിനെ കേട്ടപാടെ അനുസരിക്കലല്ല, നമ്മുടെ യുക്തിയിലൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം 100% ശരിയാണോ തെറ്റാണോ, അതെത്രത്തോളം പ്രായോഗികമാണ് എന്നൊക്കെ നമ്മളും ഒരു പരിശോധന നടത്തണം. അല്ലാതെ കേട്ടത് വിഴുങ്ങി നടക്കുമ്പോഴാണ് ഈ വർഗീയതയൊക്കെ ഉണ്ടാകുന്നത്. ഏതാണ്ട് നല്ലൊരു ശതമാനം മുസ്ലിം സമുദായം എന്നല്ല, ഏത് സമുദായം എടുത്താലും ഏതെങ്കിലും ഒരു മതപുരോഹിതൻ്റെ അടിമകളായിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ്. കാരണം അവർ പറഞ്ഞു കൊടുക്കുന്ന അറിവേ അവർക്കുള്ളൂ. അപ്പോൾ ആ അറിവിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. എങ്കിൽ കിട്ടുന്ന അറിവ് ചിന്തിച്ച് നോക്കി അതെത്രത്തോളം തനിക്ക് പ്രായോഗികമാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് ആ ചെയ്യുന്ന കർമ്മം ഭംഗിയാകുന്നത്. പക്ഷെ ആരും ചിന്തിക്കാൻ തയ്യാറല്ല. പക്ഷെ എല്ലാവരുടെയും ചിന്തകൾ ജീവിതത്തെക്കുറിച്ചാണ്. അവരവർ ചെയ്യുന്ന ജോലിയെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് പഠനത്തെക്കുറിച്ചും മാതാവിന് ഗൃഹത്തിൽ അവരുടേതായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പിതാവിന് ജോലി സംബന്ധമായ വിഷയങ്ങളും അങ്ങനെ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും ഒക്കെയുള്ള ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ചിന്ത എന്ന് പറയുന്നത് അവരവരുടെ ജോലിയിലാണ്. അതിനപ്പുറത്താണ് പ്രാർത്ഥനയെല്ലാം കിടക്കുന്നത്. ഈ പ്രാർത്ഥന പരിശോധിച്ചു കഴിഞ്ഞാൽ
സങ്കടങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി മാത്രം പ്രയോഗിക്കുന്ന ഒരു ഉപാധിയായിപ്പോയി. ഏതമ്പലത്തിലായാലും ഏത് പള്ളിയിലായാലും ചെന്ന് പ്രാർത്ഥന നടത്തുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങൾ എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് നമ്മളിലേക്ക് ഒരു പ്രശ്നം കടന്നു വന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു സൂഫി ഗുരുവിൻ്റെ കഥയിൽ എന്നും ഒരാൾ ഈ സൂഫിയുടെ അരികിൽ വന്നിട്ട് വളരെയധികം പ്രശ്നങ്ങൾ പറയലാണ്. പല ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ടെങ്കിലും ആ ശിഷ്യൻ എന്നും വന്നിട്ട് ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ പറയും. പരിഹാരം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും പിറ്റേ ദിവസവും വരും വേറൊരു പ്രശ്നമായിട്ട്. അപ്പോൾ ദിനംപ്രതി ഇങ്ങനെ ഇദ്ദേഹത്തിന് ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും പ്രശ്നങ്ങളായിട്ട് കടന്നു പോവുകയല്ലാതെ പ്രശ്നത്തിനൊരു സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ ഗുരുവിനാണെങ്കിൽ പറഞ്ഞു മതിയുമായി. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം വരുന്നത് നോക്കി ഗുരു ഇരുന്നു. കാരണം ഇയാൾ വരുന്നത് പരാതി പറയാനാണല്ലോ. അപ്പോൾ ഇയാൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ ഗുരുവിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു മുരിക്ക് മരം നിൽപ്പുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ കഥ കേട്ടതായിരിക്കാം. പല രീതിയിലും കഥ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണങ്ങളാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് ഉദാഹരണങ്ങളായിട്ട് പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കഥകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം അദ്ദേഹം ഈ മുരുക്ക് മരത്തിൽ വന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് കരയാൻ തുടങ്ങി. ആര്? ഗുരു. പരാതി പറയാൻ വന്ന ആൾ ഗുരുവിൻ്റെ കരച്ചിൽ കണ്ട് തൻ്റെ പരാതികളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഗുരുവിൻ്റെ പ്രശ്നത്തിലേക്കായി പിന്നെ ചിന്ത. അദ്ദേഹം നോക്കുമ്പോൾ ഗുരു കരയുകയാണ്. ഗുരു ഒരു മുള്ളുള്ള മരത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്താണ് ഗുരുവേ അങ്ങ് കരയുന്നത്? ഈ മുള്ളെല്ലാം എൻ്റെ ശരീരത്തിൽ തറച്ചിരിക്കുകയാണ്, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾ ചുറ്റും നടന്നു നോക്കിയപ്പോൾ ഈ ഗുരു മുരുക്ക് മരത്തെ കെട്ടിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഈ വേദന അനുഭവിക്കുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് ഗുരുവിനോട് പറഞ്ഞു, അങ്ങ് ഈ മരത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ടല്ലേ ഈ വേദന, ആ മരത്തിൽ നിന്ന് കൈയഴിച്ച് മാറ്റൂ എന്ന് പറഞ്ഞ് അദ്ദേഹം കയ്യൊക്കെ അഴിച്ച് മാറ്റി. ഗുരു സമാധാനമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അതുമ്മ കെട്ടിപ്പിടിച്ച് നിന്നിട്ടല്ലേ ഈ വേദന ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു, നീ ഇപ്പോൾ എന്തിനാ വന്നത്? അവൻ്റെ പ്രശ്നത്തിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ ഗുരു പറഞ്ഞു, ഇത്രയും വലിയൊരു അറിവ് പറഞ്ഞു തന്ന നീയാണോ ഈ പ്രശ്നവും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? നീ ആ പ്രശ്നത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കൊണ്ടല്ലേ നിനക്കതിൽ വേദന ഉണ്ടാകുന്നത്? സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ തന്നെ നമ്മളുടെ നെറുകയിലേക്ക് വലിച്ചു കയറ്റി നമ്മളത് ഭാരമാക്കി കൊണ്ട് നടന്ന് നമ്മൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന ഞാനായാലും ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ടെൻഷൻ അടിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള അവസ്ഥകളിലൂടെയൊക്കെ തരണം ചെയ്ത് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്കും ഇത്തരം മനോഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മാറ്റങ്ങൾ ഉണ്ടായത് ഇത്തരം സൂഫി വര്യന്മാരുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. കാരണം നമുക്ക് സമയമില്ല. ഓരോ ദിവസവും നമ്മുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേടാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെയാണ്. പക്ഷേ എന്തെല്ലാം ആഗ്രഹിച്ച് നേടിയാലും അത് ഉപേക്ഷിച്ച് പോകാനുള്ളവരും കൂടിയാണ് നമ്മൾ. ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എല്ലാവരും ഇത് ഉപേക്ഷിച്ചു കൊണ്ടേ പോയിക്കൊണ്ടിരിക്കുന്നു. കാലാകാലങ്ങളായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഒരാളുണ്ടാക്കുന്നു, അത് നശിക്കുന്നു, അയാൾ മരണപ്പെടുന്നു, അടുത്ത തലമുറ അത് ഉപയോഗിക്കുന്നു, അവരും ഇതേപോലെ പോകുന്നു. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിലൂടെ ചില വർഗീയവാദികൾ, അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും ഓരോ കച്ചവടം. പെരുന്നാൾ വന്നാൽ പടക്ക കച്ചവടക്കാർക്ക് സന്തോഷം, കള്ളന്മാർ പെരുകിയാൽ പോലീസുകാർക്ക് സന്തോഷം, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഈ ക്രൈം ബ്രാഞ്ച്, അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക, ടെസ്റ്റുകൾ നടത്തുന്ന വിഭാഗങ്ങൾ, അങ്ങനെ എല്ലാവർക്കും ജോലിയാകണേന്ന്. പിന്നെ അത് വിധി നിർണ്ണയിക്കുന്ന കോടതിക്ക് ജോലിയായി. അപ്പോൾ ശരിക്കും ഈ ലോകം ഒരു ദിവസം ഉണരുമ്പോൾ ഇവിടെ പോലീസുകാർ കണ്ണു തുറക്കുന്നുണ്ട്, മതാധ്യക്ഷന്മാർ കണ്ണു തുറക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാർ കണ്ണു തുറക്കുന്നുണ്ട്, ഡോക്ടർമാർ കണ്ണു തുറക്കുന്നുണ്ട്. അങ്ങനെ ഈ ലോകത്ത് എല്ലാവരും, ഓരോ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും കണ്ണു തുറക്കുന്നത് അവനവനിക്ക് അന്നന്നത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തിലാണ്.
എത്രയോ ആംബുലൻസുകൾ റോട്ടിൽ വാങ്ങിയിട്ടിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ ഏറ്റവും അധികം ആംബുലൻസുകൾ ഓടുന്ന കാണാം. പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ മന്ത്രിമാരുടെ വണ്ടി പോകുന്നതിൻ്റെ സൈറനാണ് കേട്ടിരുന്നത്. ഇന്ന് മന്ത്രിമാരുടെ സൈറനല്ല, ആംബുലൻസുകൾ ഓവർടേക്ക് ചെയ്ത് വളരെ വേഗത്തിൽ പോകുന്ന ആംബുലൻസുകളെയാണ് നമുക്ക് ഏറ്റവും അധികം കാണാൻ പറ്റുന്നത്. അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പോലും കണ്ണു തുറക്കുന്നത് ആംബുലൻസിന് ഒരു ഓട്ടം കിട്ടാനാണ്. ഒരു ഡോക്ടർ കണ്ണ് രോഗിയെ ചികിത്സിക്കാനാണ്. ഒരു പോലീസുകാരൻ കണ്ണു പ്രതിയുടെ കേസ് കൈകാര്യം ചെയ്യാനാണ്. ഒരു ജഡ്ജി കണ്ണു തുറക്കുന്നത് ഒരു വിധി നിർണ്ണയിക്കാനാണ്. അങ്ങനെ ഓരോ ആളുകളെയും എടുത്തു നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോ പ്രഭാതത്തിൽ കണ്ണു തുറക്കുന്നത് അവരവരുടെ അന്നത്തിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് അവർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിലേക്ക് മനസ്സ് വെക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കും. ശവപ്പെട്ടിക്കാരൻ്റെ കഥ പറഞ്ഞ പോലെ അയാളും പ്രാർത്ഥിക്കും. അയാൾക്കും കച്ചവടം നടക്കണ്ടേ. അപ്പോൾ അയാൾക്ക് എന്ത് പ്രാർത്ഥിക്കാൻ പറ്റും? ആരെങ്കിലും മരിക്കണം. അപ്പോൾ ആരെങ്കിലും മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ശവപ്പെട്ടി കച്ചവടക്കാരൻ. അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാരും കണ്ണു തുറക്കുമ്പോൾ ഈ നാട്ടിൽ നിന്ന് പ്രശ്നങ്ങൾ നമുക്കെങ്ങനെ ഒഴിച്ചു മാറ്റാൻ പറ്റും? അപ്പോൾ പ്രശ്നങ്ങൾ കൊണ്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. പ്രശ്നങ്ങളാണ് എല്ലാവരുടെയും ജീവിതം. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന മഹൽ ഉസിരി ഉസറ, ഇന്ന മഹൽ ഉസിരി ഉസറ. നിങ്ങൾക്ക് നാം ഞെരുക്കം തന്നിരിക്കുന്നു. എന്തിനാ? ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ഞെരുക്കങ്ങളുണ്ട്. അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളൊക്കെ ഞെരുങ്ങുമ്പോൾ ആ ഞെരുക്കം നമ്മൾ തിരിച്ചറിയാതെ അതിൻ്റെ പ്രതിവിധി തേടി ഓടുകയാണ്. ഇപ്പം നമ്മളൊരു ആഹാരം കഴിച്ചു, വയറിന് അസ്വസ്ഥത പിടിപെട്ടു, വയറ്റിളക്കം എന്ന് പറയുന്നൊരു അസുഖം വന്നു, നമ്മൾ വേഗം ഗുളിക കഴിച്ച് അത് നിർത്തലാക്കാൻ നോക്കണേന്. ഒരു ജലദോഷം വന്നാൽ ഗുളിക കഴിച്ച് അത് മാറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മുടെ ശരീരം ശുദ്ധിയാക്കാനുള്ള പ്രക്രിയകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളതിനെ തടയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രോഗിയായി മാറുകയാണ് കാലക്രമേണ. അപ്പം എങ്ങനെ നോക്കിയാലും ജീർണിച്ച് പോകേണ്ട ഒരു ശരീരമാണ് നമ്മുടേത്. നമ്മുടെ ശരീരം ജീർണിച്ച് പോകാനുള്ളതാണെന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആ ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷമോ പകയോ വെറുപ്പോ വൈരാഗ്യം ഒന്നും ഉണ്ടാകില്ല. നമ്മളെല്ലാവരും, അത് പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും എത്ര വലിയ കോടീശ്വരനായാലും ആരായാലും നമ്മളൊക്കെ ജീർണിക്കാൻ വേണ്ടി ജന്മമെടുത്തവരാണ്. ഇന്ന് മണ്ണിൻ്റെ മുകളിലൂടെ നമ്മൾ ചവിട്ടി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഈ മണ്ണിൻ്റെ അടിയിലേക്ക് പോകാനുള്ളതാണെന്ന്. അതാണ് നിസ്കാരത്തിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞത്. ചില വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഉദാഹരണം നീണ്ടുപോകും. അപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, എന്തിനാണ് നിൽക്കുന്നത്, കുമ്പിടുന്നത്, സുജൂദ് ചെയ്യുന്നത്, അത്തഹിയാത്തിലിരിക്കുന്നത്. സത്യത്തിൽ ഈ പ്രവൃത്തി എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സൂഫി ഗുരു പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. എല്ലാ വൃക്ഷങ്ങളും നിൽക്കുകയാണ് നിസ്കാരത്തിലെ ആദ്യഘട്ടം. എല്ലാ നാൽക്കാലി മൃഗങ്ങളും റുക്കുവിലാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ രണ്ടാം ഭാഗം റുക്കുവിൽ നിൽക്കുക. എല്ലാ ഇഴജന്തുക്കളും സുജൂദിലാണ്. അപ്പോൾ എല്ലാ ഇഴഞ്ഞു നടക്കുന്ന ജീവികളും ഒക്കെ സുജൂദിലാണ്. പിന്നെ അത്തഹിയാത്ത്, തവള അത്തഹിയാത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നിൽക്കുന്ന എല്ലാം നിന്നുകൊണ്ടും നാൽക്കാലി മൃഗങ്ങൾ റുക്കുവിൽ നിന്നുകൊണ്ടും ഈ പറയുന്ന ഇഴജന്തുക്കൾ സുജൂദിൽ കിടന്നുകൊണ്ടും തവള അത്തഹിയാത്തിലിരുന്നു കൊണ്ടും അവരവരുടെ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ പ്രാർത്ഥന അങ്ങനെയാണ് നടക്കുക. അവർക്കൊന്നേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ മനുഷ്യന് ഇത് നാലും പറ്റും. വൃക്ഷമാകാനും പറ്റും, അതുപോലെ തന്നെ നാൽക്കാലി മൃഗമാകാൻ പറ്റും, ഇഴഞ്ഞു നടക്കുന്ന പാമ്പിനെ പോലെ ആകാൻ പറ്റും, തവളയെപ്പോലെ അത്തഹിയാത്തിലിരിക്കാനും പറ്റും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്കൃഷ്ടനായിട്ട് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യന് എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തു. എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസം അനുസരിച്ച് ദൈവം എന്ന് പറയുന്നൊരു സത്യമുണ്ട്. ഞങ്ങൾ അള്ളാഹു എന്ന് പറയുന്നു. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ കയ്യിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ അതിൻ്റെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ മതവിഭാഗങ്ങളുടെയും കയ്യിൽ ഞാൻ പറഞ്ഞ ഈ പേര് കിടപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാനത് ബോധ്യപ്പെടുത്താം. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മളാദ്യം എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായി അറിയാനും മനസ്സിലാക്കാനുള്ളൊരു ക്ഷമ. അതാണ് ഖുർആൻ പറഞ്ഞത്, നീ ആദ്യം ക്ഷമയുള്ളവനാവുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനായി മാറുക. അതുപോലെ തന്നെ പറഞ്ഞത് നീ പാശ്ചാത്താപമുള്ളവനായി മാറുക. നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി നമ്മൾ പോയി ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുളിച്ചൊന്ന് ഫ്രഷാവും, എന്നാലൊരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ശരീരത്തെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ശുദ്ധിയാക്കുന്നുണ്ട്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കണ്ട കാഴ്ചയും നമ്മൾ സംസാരിച്ച സംസാരവും അങ്ങനെ പല ചിന്തകളും നല്ലതും ചീത്തയൊക്കെ അതിൽ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പം മനസ്സിൻ്റെ ശുദ്ധീകരണം നമ്മളാരും നടത്തുന്നില്ല. അപ്പം മനഃശുദ്ധി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഘടകം. കാരണം ഈ വായു സഞ്ചരിച്ചാൽ അത് നമ്മുടെ വണ്ടിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന പോലെയാണ്, അല്ലെങ്കിൽ വേഗത കുറയും. വണ്ടിയിൽ പെട്രോൾ ഉണ്ടായിട്ടും കാര്യമില്ല, എന്തെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല, അതിൽ ഫിൽറ്ററിൽ പൊടി കയറി നിറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് വലിവ് കുറയും. അപ്പോൾ ആ സ്പോഞ്ച്, നമ്മൾ പരസ്യം കണ്ടിട്ടുണ്ടല്ലോ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറയുന്ന പരസ്യം പോലെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പറയുന്ന നുണകൾ, ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന പലരെയും എടുത്ത് നോക്കിയാൽ അവർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് നുണ പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശുദ്ധിയാക്കണം. അപ്പോൾ രാത്രിയിൽ നമ്മൾ പാശ്ചാത്താപമുള്ളവരായിട്ട് മാറി പ്രാർത്ഥനയോടുകൂടി ദൈവത്തിനോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചു ഭൂമിയിലേക്ക് വിട്ടു. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ വിശ്വസിക്കാതെയും ഇരിക്കാം. എന്തായാലും ജനിച്ചു, മരിക്കും എന്നുള്ളത് ഉറപ്പുമാണ്. വിശ്വാസങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, എങ്കിലും എൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോരുത്തരുടെ വിശ്വാസം അവരവർക്ക് വലുതാണ്. അത് നിരീശ്വരവാദിക്കും അതുപോലെ തന്നെ ഏത് പ്രസ്ഥാനക്കാർക്കും അവരവരുടേതായ കാഴ്ചപ്പാടിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. പക്ഷെ ആരും അറിയാൻ ശ്രമിക്കുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. ആരും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്ന് എല്ലാവരും ചിന്തിക്കണം. അല്ലാണ്ട് നമുക്ക് ഏതോ ഒരു ഉറപ്പുള്ള ഒരാൾ പറഞ്ഞു ഇങ്ങനെയാടാ, പോയി അവിടെ പോയി വെട്ടടാ, കൊല്ലടാ എന്ന് പറയുമ്പോൾ ചാടിക്കയറി കൊല്ലലും വെട്ടലും അല്ല. മറിച്ച് അതിനെക്കുറിച്ച് ബോധവാനാകണം. ആ ബോധത്തോടു കൂടി വേണം നമ്മൾ ഓരോ പ്രവൃത്തിയിലും ഏർപ്പെടാൻ. കാരണം നമുക്ക് തിരിയാത്ത ഒരു കാര്യം നമ്മുടെ മാതാവോ പിതാവോ പറഞ്ഞാൽ നമ്മൾ അവരെ അനുസരിക്കരുതെന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തിരിഞ്ഞിട്ട് വേണം ചെയ്യാൻ. തിരിയാത്ത ഒരു കാര്യം ചാടിപ്പോയി ചെയ്യരുത്. ഉമ്മ പറഞ്ഞതല്ലേ അനുസരിക്കണ്ടേ, ഉമ്മ പറഞ്ഞ കാര്യം എത്രത്തോളം ശരിയാണെന്നും കൂടി പരിശോധിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അറിവ് വരുമ്പോൾ. അപ്പം അതെല്ലാം വിശദമായി സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, സമയം നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ പറഞ്ഞ് തീർക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. കാരണം ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ അത് കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പോൾ പ്രത്യേകിച്ച് ഇതിന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇതിന് സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നുമില്ല. വന്നിരിക്കുമ്പോൾ മനസ്സിൽ വരുന്ന വിഷയങ്ങൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചാനൽ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മൊത്തമായി കാണാൻ ശ്രമിക്കുക, പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ധൃതി പിടിച്ച് കേൾക്കാതിരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ദിവസവും, എല്ലാ ദിവസവും മുടങ്ങാതെ, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം, സംസാരിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് മുടങ്ങാതെ കാണുന്ന ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ ഓരോരുത്തരും വീഡിയോ മുഴുവനായിട്ടും കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പൊട്ടത്തരമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ മനസ്സിലടക്കി പിടിച്ച് വെക്കുക. നമുക്കതെല്ലാം, കാരണം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സംശയങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും ചിലപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ വീഡിയോയിലും ഓരോരുത്തരുടെ ഉള്ളിലും വന്ന സംശയങ്ങൾക്ക് ഉത്തരങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ക്ഷമയോടുകൂടി കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മറച്ചു വെച്ച, ചോദിക്കാൻ വെച്ച കാര്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ പയ്യെ പയ്യെ വന്നുകൊണ്ടേയിരിക്കും. അത് തിരുത്തപ്പെടും. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനൊരു പൂർണ്ണത കിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കേട്ടറിഞ്ഞ അറിവ് വെച്ചായിരിക്കും പ്രതികരിക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ബോംബ് പോലെയാണ്. ഓരോ ആൾക്കാരുടെയും ഉള്ളിൽ ഓരോ അറിവുകൾ ഒരു ബോംബ് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് നിർവീര്യമാക്കിയിട്ട് നമുക്കൊന്ന് പുതിയതായിട്ടൊന്ന് സ്റ്റോർ ചെയ്യാം, നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് പുതിയ. കാരണം ഇത് ഇന്ത്യൻ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ജനാധിപത്യത്തിന് അടിസ്ഥാനമായിട്ടേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മതഗ്രന്ഥങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു സാധനമല്ല. പക്ഷെ ചില കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ
ചിലരത് ജീവിക്കാൻ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പണ്ടൊരിക്കൽ ഒരാൾ എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, പള്ളിയിലെ ഉസ്താദും അവിടെ നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന് സാലറിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നിസ്കാരം എല്ലാവർക്കും നിർബന്ധമാണെന്ന് പറയുമ്പോൾ സാലറിക്ക് വേണ്ടി വേറെ ജോലി ചെയ്യണം. അപ്പോൾ ഒരറിവ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ തൻ്റെ മതത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. വളരെ അപൂർവം ആരെങ്കിലും ഉണ്ടെങ്കിലുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സാലറി എത്ര കിട്ടും, ഈ പള്ളിയിൽ പോയാൽ എത്ര കിട്ടും, എല്ലാവരും സാലറി നോക്കിയിട്ട് ഫാത്തിഹ ഓതുന്നവരും സൂറത്ത് ഓതുന്നവരൊക്കെയാണ്. അപ്പം അത്തരക്കാരുടെ പുറകിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം നമ്മളുടെ ജോലി, നമ്മുടെ കട ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇവരുടെ പുറകിൽ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും നേരത്തെ കച്ചവടം മുടങ്ങുകയും ഇദ്ദേഹത്തിൻ്റെ പുറകിൽ അദ്ദേഹത്തിന് സാലറി മുടങ്ങാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ സാലറിക്ക് വേണ്ടിയിട്ടുള്ള ഇബാദത്താകരുതെന്നുള്ള ഒരു അറിവാണ് ഞാൻ സൂഫികളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തത്. നിസ്കാരം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം റസൂലിന് സാലറി എത്ര കിട്ടി? നിസ്കരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സഹാബത്തുക്കൾക്ക് സാലറി എത്ര കിട്ടി? ഞാൻ നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ച എല്ലാവരും ദാരിദ്ര്യത്തിലേക്ക് ആകുകയാണ് ചെയ്തിരിക്കുന്നത്. ആരും കോടീശ്വരന്മാരായി ഞാൻ കണ്ടിട്ടില്ല. ഖദീജ ബീവി സ്വന്തം ഭാര്യയെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഖദീജ ദരിദ്രയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹിൻ്റെ പ്രിയ സ്നേഹിതൻ അബൂബക്കർ സിദ്ദീഖ് അവർ പോലും ദരിദ്രനായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ ആൾക്കാരും എടുത്തു നോക്കുമ്പോൾ അവരെല്ലാവരും ഈ പറയുന്ന ദാരിദ്ര്യത്തിൻ്റെ മേഖലയിലേക്കാണ് എത്തപ്പെട്ടത്. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ്. ഇപ്പം ഹൈടെക് പണ്ഡിതന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഞാൻ പണ്ഡിതന്മാരെ കുറ്റം പറയുകയല്ല, മറിച്ച് എല്ലാവരും ചിന്തിക്കണം, നമ്മളെല്ലാവരും മരിക്കാനുള്ളതാണ്. ആരും ഇവിടെ കിടക്കുന്നില്ല. ഒരു സമയം വരെ നമ്മളിവിടെ ഉള്ളൂ. കാരണം നമ്മളൊരു ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി ചെന്നൈയിൽ ഇറങ്ങുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകാനുള്ള അവസ്ഥ വരരുത്. ചെന്നൈയിൽ തന്നെ പോയി ഇറങ്ങണം. അതുവരെ നമുക്ക് പല കാഴ്ചകൾ കാണാം. നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ നമ്മുടെ കണ്ണിലൂടെ പോകും. പക്ഷെ നമ്മുടെ ലക്ഷ്യം ചെന്നൈയിൽ ഇറങ്ങാമെന്ന്. അപ്പോൾ AC കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നാലും, ഇനിയിപ്പോൾ റിസർവേഷനിലിരുന്നാലും, ഇനി ലോക്കലിൽ കിടന്നാലും, തിങ്ങി ഞെരുങ്ങി വന്നവനായാലും തണുപ്പ് കൊണ്ട് വന്നവനായാലും കിടന്നുറങ്ങി ഒരു സ്വല്പം തിരക്കും ഇല്ലാതെ സമാധാനത്തിൽ ഉറങ്ങി വന്നവനായാലും എല്ലാവരും ഇറങ്ങുന്നത് ഒരേ പ്ലാറ്റ്ഫോമിലാണ്. ഒരേ അവസ്ഥയാണ് എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരേ അവസ്ഥയിലേക്ക് എത്തപ്പെടാനുള്ളവരാണ് നമ്മളെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. അത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വഴിയെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. കേൾക്കുന്നവർ സമാധാനത്തിലിരുന്ന് കേൾക്കുക. അതുപോലെ തന്നെ ഒരുപക്ഷെ കാണുന്നവർ ഇത് കണ്ടു പോകുന്നവരുണ്ടാവും. എന്നാലും നിങ്ങൾ കണ്ട് എന്തെങ്കിലും പകുതി കേട്ടിട്ട് ഇയാൾ ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് അത് പകുതി കേട്ടിട്ട് ഉത്തരം പറയരുത്. പിന്നെ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളൊക്കെ എൻ്റെ തുടക്കം മുതലേ ഉള്ളത് വീഡിയോ കാണാനും ശ്രമിക്കുക. ആദ്യം മുതൽ എന്താ പറഞ്ഞു വന്നിരിക്കണമെന്ന് ഒന്ന് പരിശോധിക്കുക. അപ്പോഴാണ് ഇപ്പോൾ കേൾക്കുന്ന കാര്യവും മുമ്പ് പറഞ്ഞ കാര്യമൊക്കെ മാച്ചായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷത്തിലാകട്ടെ എന്നാണ് എല്ലാ പണ്ഡിതന്മാരും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സന്തോഷത്തിലാകണ്ട എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആളല്ല. കാരണം സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മളുടെ പ്രവൃത്തികൾ നന്നായാൽ സന്തോഷമുണ്ടാവും. പ്രവൃത്തികളിൽ എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചാൽ സങ്കടങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ സ്വയം വരുത്തി വെക്കുന്നതാണ്. ഈ പറയുന്ന എനിക്ക് പോലും അത്തരം അബദ്ധങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പല വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് പല അറിവുകളും നേടാൻ കഴിഞ്ഞത്. ഓരോ വിഷമങ്ങളും പുതിയ അറിവുകളാണ് തന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ അറിവാക്കി മാറ്റി. അതിനെ കുറ്റം പറയാനോ പരിഹസിക്കാനോ തിരിച്ച് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പല തരത്തിലുള്ള ആളുകളെ കണ്ടു യാത്രകളിൽ. പലരിൽ നിന്നും പലതരത്തിലാണ് അനുഭവങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതിനൊന്നും അവരോടോ അല്ലെങ്കിൽ വേദനിപ്പിച്ചവരോടോ പ്രയാസപ്പെടുത്തിയവരോടൊന്നും എനിക്ക് പരാതിയില്ല. കാരണം അതെല്ലാം ഒരു വിധിയാണ്, വിധിയുടെ ഒരു നിയോഗമാണ്. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ ഇപ്പോൾ നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ മറിയം ബീവി നമ്മൾ ആലോചിക്കുന്നതാണ്. ഒരാൾ സത്യസന്ധമായി സൂക്ഷ്മമായി ജീവിക്കുക എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ
അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച ഒരു സ്ത്രീയാണ് മറിയം ബീവി. അവരൊരു പുരുഷനെ പോലും നോക്കാതെ ജീവിച്ച സ്ത്രീക്ക് ഗർഭം ധരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടേണ്ടി വന്ന ഒരു കഥ, ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നീട് അവരിൽ നിന്നാണ് ഈസാ നബി ജന്മം കൊണ്ടത്. പിന്നീട് ആ ഈസാ നബി ക്രൂശിക്കപ്പെട്ടു എന്നും ക്രിസ്ത്യാനികൾ, ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നും മുസ്ലിങ്ങളും ഈ വാദത്തിൽ അങ്ങനെ പോകുന്നു. എന്തായാലും രണ്ടു കൂട്ടരും പറയുന്ന ഒന്ന് തന്നെയാണ്, മരിച്ചിട്ടില്ല, ജീവനോടുകൂടി ഉണ്ടെന്നാണ്. അങ്ങനെ നമുക്ക് അതിനെ കാണാൻ ശ്രമിക്കുക, അല്ലാണ്ട് അതിൻ്റെ ഇടയിലുള്ളൊരു തർക്കം നമുക്ക് വേണ്ട. കാരണം അവർ കണ്ടത് അതാണ്. അപ്പോൾ കണ്ടതാണ് ആ കൂട്ടർ പറയുന്നത്. അതിൻ്റെ രഹസ്യം കണ്ടവർക്ക് രഹസ്യം അറിയാം. ആ രഹസ്യം പറഞ്ഞവരിലൂടെ ചിലപ്പോൾ കിട്ടിയ കഥയായിരിക്കാം മുസ്ലിങ്ങളായ ആളുകൾക്കിടയിൽ അത് കിടക്കുന്നത്. കാരണം ഒരു ഈസാ നബിയുടെ കാര്യത്തിൽ മാത്രം തർക്കം വെക്കേണ്ട കാര്യമില്ലല്ലോ. ഈസാ നബി, കാരണം മറ്റു ഇപ്പോൾ ഏറ്റവും അധികം മുസ്ലിങ്ങൾ സ്നേഹിക്കുന്നത് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. റസൂലുള്ള മരണപ്പെട്ടു എന്ന് പറയുന്നതിൽ ആർക്കും ഇവിടെ യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷേ ഈസാ നബിയെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും മരണം തന്നെയാണല്ലോ. അതിലും അപ്പോൾ അവിടെ തർക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ അവർ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു, ഇവിടെ മറഞ്ഞു പോയി എന്ന് പറയുന്നു. ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇതെന്തായാലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. രണ്ടു കൂട്ടരും ഒന്ന് തന്നെയാണ് പറയുന്നത്, രണ്ട് രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയിലുള്ള വിഷയം നമ്മൾ കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് സ്നേഹത്തോടു കൂടി പോകാൻ ശ്രമിക്കുക. എല്ലാം ചെന്ന് ചേരുന്നത് ഒരു കടലിൽ തന്നെയാണ്. ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും കടലിൽ തന്നെയാണ് ചെന്ന് ചേരുന്നത്. അപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും നല്ല മനസ്സ് ആർക്കുണ്ടോ, നല്ലതാര് ചെയ്യുന്നോ, നല്ല പ്രവൃത്തി, നല്ല സംസാരം, മറ്റുള്ളവൻ്റെ വേദന തിരിച്ചറിയാനുള്ള കഴിവ്, നമുക്ക് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ സഹായിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോൾ അതിൽ സന്തോഷിക്കുക, അതിൽ അസൂയപ്പെടാതിരിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് നമ്മളിങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുവരാനാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നൊരു സംഭവം ഉള്ളത്. പക്ഷെ പ്രാർത്ഥനയെല്ലാം അതായത് നേട്ടങ്ങൾക്ക് വേണ്ടി ആയിപ്പോയി. അതാണ് ഏറ്റവും വലിയ സങ്കടം. എന്തായാലും തുടരും.